നമസ്കാരം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപം കൊണ്ട കാലം മുതൽ തന്നെ കോൺഗ്രസിനകത്ത് നേതാക്കൾക്കിടയിൽ പലപ്പോഴും ഭിന്നത രൂപം കൊണ്ടിട്ടുണ്ട്, രൂക്ഷമായ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നേതാക്കൾ തമ്മിലുണ്ടായ ഇത്തരം ഭിന്നതകൾ പാർട്ടിയുടെ ചട്ടക്കൂടിൽ നിന്ന് പുറത്തേക്ക് വരികയും പൊതുവേദികളിൽ ചർച്ചയാകുകയും ചില നേതാക്കന്മാർ തന്നെ പാർട്ടി വിട്ട് പുറത്തു പോവുകയും പിന്നീട് വേറെ പാർട്ടി രൂപീകരിക്കുകയും കുറെ കാലത്തിന് ശേഷം മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തന്നെ തിരിച്ചു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കെ കരുണാകരൻ, അതായത് കേരളത്തിൽ ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന, കേരളത്തിലെ കോൺഗ്രസുകാർ ലീഡർ എന്ന് അഭിസംബോധന ചെയ്ത് വിളിച്ചിരുന്ന കെ കരുണാകരൻ തന്നെ ഒരു സന്ദർഭത്തിൽ പാർട്ടി വിട്ട് പുറത്തുപോയി പുതിയൊരു പാർട്ടി ഉണ്ടാക്കുകയും പിന്നീട് കുറെ കാലത്തിന് ശേഷം അദ്ദേഹം മാതൃസംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുകയുണ്ടായി. കോൺഗ്രസിൽ ആ രൂക്ഷതയും ഭിന്നതയും ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് പറയാൻ കഴിയുക. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപായി രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോഴും കേരളത്തിൽ വലിയ വലിയ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. കണ്ണൂരിലെ തലമുതിർന്ന കോൺഗ്രസ് നേതാവും കണ്ണൂരിൽ കോൺഗ്രസിന്റെ പ്രതിരൂപമാണ് എന്ന് പറയപ്പെടുന്ന കെ സുധാകരന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകേണ്ടതില്ല എന്ന തീരുമാനത്തെ തുടർന്ന്, അതായത് നിലവിലെ എംപിമാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ട എന്ന കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായത്തെ തുടർന്ന് കെ സുധാകരന് സീറ്റ് നിഷേധിക്കപ്പെടുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് സുധാകരൻ പരസ്യമായി തന്നെ രംഗത്തിറങ്ങിയായിരുന്നു. സുധാകരന്റെ അനുയായികളും സുധാകരനെ ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ് പ്രവർത്തകരുമെല്ലാം സുധാകരന് വേണ്ടി കേരളത്തിൽ ഒട്ടാകെ മുറിവിളി കൂട്ടുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഒരു കാരണവശാലും താങ്കൾ എടുത്ത തീരുമാനത്തിൽ നിന്നും, അതായത് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം എടുത്ത തീരുമാനത്തിൽ നിന്നും, കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനത്തിൽ നിന്നും അവർ പുറകോട്ട് പോയില്ല. നിലവിലെ എംപിമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര AICC പ്രസിഡന്റായ മല്ലികാർജ്ജുൻ ഖാർഗെ തുറന്ന് പറഞ്ഞതോടുകൂടി സുധാകരന്റെ മുന്നിൽ 2026 നിയമസഭാ പ്രവേശനത്തിനൊക്കെയുള്ള നിയമസഭാ മത്സരത്തിനുള്ള വാതിലുകൾ അടയുകയായിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും അടങ്ങുന്നവർ എന്താണോ ഹൈക്കമാൻഡ് തീരുമാനിക്കുന്നത് ആ തീരുമാനത്തിനൊപ്പം പാർട്ടി നിൽക്കണം എന്നുള്ള നിലപാടിലായിരുന്നു. എന്നാൽ സുധാകരനെ ഒരു കാരണവശാലും പാർട്ടിയിൽ നിന്നും അങ്ങനെ കറിവേപ്പില പോലെ വലിച്ചെറിയരുതെന്നും സുധാകരന്റെ നിലപാടുകൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവശ്യമാണെന്ന് കണ്ണൂരിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കണ്ണൂരിന് പുറത്തേക്കുമെല്ലാം ഇപ്പോഴും കരുത്താർജിച്ച് നിൽക്കുന്നതിൽ സുധാകരൻ എന്ന നേതാവിന്റെ വലിയ സ്തുത്യർഹമായ സേവനം തന്നെയുണ്ട് എന്നുള്ളതാണ് ചെറുതും വലുതുമായ കോൺഗ്രസ് നേതാക്കളും അണികളും ഒരുപോലെ തന്നെ മുറവിളി കൂട്ടിക്കൊണ്ടിരുന്നത്. എന്നാൽ സുധാകരൻ ഇന്ന് രാവിലെ വരെ സുധാകരന് സീറ്റില്ല, സുധാകരൻ കോൺഗ്രസിന് പുറത്തേക്ക് പോകുന്നു, BJP കേന്ദ്രങ്ങൾ സുധാകരന്റെ ബന്ധുക്കളുമായി സംസാരിച്ചിട്ടുണ്ട്, സുധാകരൻ സ്വന്തമായ നിലയിൽ ഒരു പാർട്ടി രൂപീകരിച്ച് NDAയുടെ ഘടകകക്ഷിയായി കണ്ണൂരിൽ മത്സരിക്കും, സുധാകരനോട് അടുപ്പമുള്ള മറ്റു പലരും കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളായി മത്സരിക്കും എന്നുള്ള ഒരു റൂമർ കൂടി, അങ്ങനെയുള്ള അഭ്യൂഹങ്ങൾ കൂടി പരന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ് വെട്ടിലായി. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ സ്ഥിരാംഗത്വം ഉള്ള കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ, കോൺഗ്രസിന്റെ അനിഷേധ്യ നേതാവായ, കോൺഗ്രസിന്റെ ആദർശമുഖം എന്നൊക്കെ ഇന്നും കോൺഗ്രസ്സുകാർ വാഴ്ത്തപ്പെടുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് AK ആന്റണി കെ സുധാകരനെ വിളിക്കുന്നു. ഒരു കാരണവശാലും കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുത്, പിണറായി വിരുദ്ധ വികാരം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയും ഒരു പിണറായി ഭരണത്തിന് കേരളം കളമൊരുക്കാൻ പാടില്ല, ആത്മസംയമനം പാലിക്കണം, കേന്ദ്ര നേതൃത്വം എടുക്കുന്ന തീരുമാനങ്ങളിൽ പ്രകോപിതനായി മറ്റെന്തെങ്കിലും കടുത്ത തീരുമാനങ്ങളിലേക്ക് പെട്ടെന്ന് നീങ്ങരുത്, താൻ കേന്ദ്ര നേതൃത്വവുമായി സംസാരിക്കുന്നുണ്ട് എന്ന് അനുനയ രൂപത്തിൽ സുധാകരനെ AK ആന്റണി വിളിച്ചു സംസാരിക്കുന്നു. തുടർന്ന് രമേശ് ചെന്നിത്തല AK ആന്റണി വിളിക്കുന്നു. ഒരു കാരണവശാലും പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന തീരുമാനങ്ങൾ കൈക്കൊള്ളരുത്, താനും മുതിർന്ന നേതാക്കളുമായി സംസാരിക്കുന്നുണ്ട്, കുറച്ചുകൂടി സമയം ആവശ്യമാണ്, അതുവരെ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകരുത് എന്ന് രമേശ് ചെന്നിത്തലയും സുധാകരനെ ഓർമ്മിപ്പിക്കുന്നു. സുധാകരനാകട്ടെ KC രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ് എന്നിങ്ങനെ ഉള്ള നേതാക്കൾ ഒഴികെ ബാക്കി ആരുമായും സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല, VD സതീശനെ ഗവനിക്കുന്ന പോലുമില്ല, VD സതീശനായി സംസാരിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് K സുധാകരൻ തന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ, ധാർഷ്ട്യത്തിന്റെ ശൈലിയിൽ തുറന്നടിക്കുന്നു. തന്റെ കൂടി വേർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലമാണ് ഇന്ന് കോൺഗ്രസിന്റെ ഈ നിലപാട് എന്ന് തന്നെയാണ് കെ സുധാകരൻ എപ്പോഴും തുറന്നടിക്കുന്നത്. ഒടുവിൽ രാഹുൽ ഗാന്ധിയുമായും മല്ലികാർജ്ജുൻ ഖാർഗെയുമായും AK ആന്റണി സംസാരിക്കുന്നു, KC വേണുഗോപാലുമായി സംസാരിക്കുന്നു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ സുധാകരനെതിരെ കടുത്ത തീരുമാനമെടുത്ത് സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണെങ്കിൽ 2026 കേരളത്തിൽ ഭരണത്തിൽ വരാൻ സാധ്യതയുള്ള കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെടും എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് ഒരിക്കലും കോൺഗ്രസിന് കേരളത്തിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടതായി വരില്ല എന്ന് AK ആന്റണി കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുന്നു, മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിക്കുന്നു, രാഹുൽ ഗാന്ധിയെ അറിയിക്കുന്നു, രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെ വിളിക്കുന്നു. ഒരു കാരണവശാലും സുധാകരനെതിരെ കടുത്ത തീരുമാനത്തിലേക്ക് പോകരുത്, നിലവിലെ എംപിമാർ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ നിന്നും സുധാകരന് വേണ്ടി ഒരു ഇളവ് കൊടുക്കണം, സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കണം എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. AK ആന്റണിയുടെ സമ്മർദ്ദപ്രകാരം തന്നെയാണ് അങ്ങനെ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയോട് സംസാരിക്കുന്നത്. രമേശ് ചെന്നിത്തലയും കേന്ദ്ര നേതൃത്വത്തോട് ഇതേ ആവശ്യം തന്നെ ഉന്നയിക്കുന്നു. ഇതിന്റെ ഒടുവിലാണ് ഏറെ വൈകി K സുധാകരൻ പത്രസമ്മേളനം വിളിക്കാനിരിക്കുന്നു, തന്റെ നിലപാട് വ്യക്തമാക്കാനിരിക്കുന്നു എന്നുള്ള സാഹചര്യം അടുത്തു വരുന്ന സമയത്ത് തന്നെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രഖ്യാപനം വരുന്നു. സുധാകരന് കണ്ണൂരിൽ മത്സരിക്കുവാൻ സീറ്റ് അനുവദിച്ചുകൊണ്ട് സുധാകരന് മാത്രം നിലവിലെ എംപിമാർ എന്ന രീതിയിൽ മത്സരിക്കേണ്ട എന്ന് പറഞ്ഞിരുന്നു. എങ്കിലും സുധാകരന് മാത്രം, നിലവിലെ MP ആയ സുധാകരന് മാത്രം ഒരു പ്രത്യേക ഇളവ് കൊടുക്കുന്നു. കണ്ണൂരിൽ സുധാകരൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുന്നു. എന്നാൽ ഇനിയും
ചില ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായും പ്രഖ്യാപിച്ചിട്ടില്ല. ആ പട്ടിക കൂടി പുറത്തു വന്നതിന് ശേഷം മാത്രമേ സുധാകരൻ തന്റെ നിലപാടുകൾ അറിയിക്കുകയുള്ളൂ. സുധാകരൻ 12 മണിക്ക് വിളിച്ചിരുന്ന മാധ്യമ സമ്മേളനം ഇതോടുകൂടി നിർത്തലാക്കി. ഇന്നലെയും സുധാകരൻ മാധ്യമങ്ങളെ കാണും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ കണ്ടില്ല. ഇന്ന് 12 മണിക്ക് കാണും എന്നായിരുന്നു അറിയിപ്പ്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ അറിയിപ്പ് വന്നതോടുകൂടി താൻ ഇനി വിശദമായ സ്ഥാനാർത്ഥി പട്ടിക തന്റെ കയ്യിൽ കിട്ടട്ടെ, തന്റെ പേരുള്ള സ്ഥാനാർത്ഥി പട്ടിക കയ്യിൽ കിട്ടിയതിനു ശേഷം തനിക്ക് പറയാനുള്ളത് മാധ്യമങ്ങളോട് പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വിളിച്ച പത്രസമ്മേളനം റദ്ദാക്കുകയായിരുന്നു. സുധാകരൻ ഉടനെ തന്നെ നാട്ടിലേക്ക് മടങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഡൽഹിയിലാണ് സുധാകരൻ ഉള്ളത്. കണ്ണൂരിൽ സുധാകരനെ സ്ഥാനാർത്ഥിയാക്കുന്ന വിവരം പറഞ്ഞ് സുധാകരന്റെ അനുയായികളും കോൺഗ്രസ് പ്രവർത്തകരും വലിയ ആഹ്ലാദത്തിലാണ്. കണ്ണൂർ വിമാനത്താവളത്തിൽ അദ്ദേഹത്തിന് ഗംഭീരമായ വൻപിച്ച സ്വീകരണം നൽകാൻ തന്നെ കോൺഗ്രസ് പാർട്ടി തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ വി.ഡി. സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനമനുസരിച്ച് മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ അതിൽ ചില ഉൾപാർട്ടി രാഷ്ട്രീയത്തിന്റെ ഉൾപിരിവുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് സുധാകരൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വരുമ്പോൾ തീർച്ചയായും മുഖ്യമന്ത്രി സ്ഥാനത്തിന് വലിയ പിടിവലി ഉണ്ടാകും. ഇപ്പോൾ തന്നെ കോൺഗ്രസിനകത്ത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി കുപ്പായം അടിച്ചു വെച്ചുകൊണ്ട് ചുരുങ്ങിയത് 5 പേരെങ്കിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വി.ഡി. സതീശൻ, കെ സുധാകരൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾക്ക് എല്ലാവർക്കും മുഖ്യമന്ത്രി സ്വപ്നമുണ്ട്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ നോമിനികളെ നിർദ്ദേശിക്കുന്നതിൽ വരെ ഇന്നലെ രാത്രി 2:30 വരെ നീണ്ട സ്ഥാനാർത്ഥി ചർച്ച നിർണയത്തിൽ ഇത്തരം വാക്പോരുകൾ നടന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേവലം സുധാകരന്റെ അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെയോ സ്ഥാനാർത്ഥി നിർണയത്തിലുള്ള ചർച്ച വൈകിക്കൽ മാത്രമായിരുന്നില്ല. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥാനാർത്ഥികളിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്ന് നിശ്ചയിക്കപ്പെടുമ്പോൾ തങ്ങൾക്ക് വേണ്ടി കൈവെക്കുവാൻ എത്ര MLA-മാരുണ്ടായിരിക്കണം, അതുകൊണ്ട് തങ്ങൾ നിർദ്ദേശിക്കുന്ന ആളുകളെ തന്നെ മത്സരിപ്പിക്കണം എന്നുള്ള മുതിർന്ന നേതാക്കന്മാരുടെ പിടിവാശിക്ക് മുന്നിലാണ് ചർച്ചകൾ നീണ്ടു പോയത്. അത് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചോ അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചോ ഉണ്ടായിരുന്ന ഒരു തടസ്സവും മാത്രമായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്നുള്ളതിന് കൈപൊക്കി കാണിക്കുവാൻ വേണ്ടി തങ്ങളുടെ പക്ഷത്ത് ആരൊക്കെ ഉണ്ടായിരിക്കണം, അതിനുവേണ്ടി തങ്ങളുടെ നോമിനികളെ മത്സരിപ്പിക്കുവാൻ വേണ്ടിയുള്ള ചർച്ചയിലായിരുന്നു, അതിന്റെ തർക്ക വിതർക്കങ്ങളിലായിരുന്നു, അത്തരം വാഗ്വാദങ്ങളിലായിരുന്നു. എറണാകുളത്ത് ദീപ്തി മേരി വർഗീസിന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും പേരാണ് അവസാനം വരെ ഉയർന്നു കേട്ടതെങ്കിലും പിന്നീട് മുഹമ്മദ് ഷിയാസിനേക്ക് തന്നെ വി.ഡി. സതീശന്റെ പക്ഷക്കാരനായ മുഹമ്മദ് ഷിയാസിന് തന്നെ ആ സീറ്റ് ഉറപ്പിക്കുകയായിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള തർക്ക വിതർക്കങ്ങൾ നീണ്ടുപോയതിനാലാണ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഇനിയും പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്. അത് കേവലം ഒരു സുധാകരന്റെ കണ്ണൂരിലെ സീറ്റിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും സുധാകരൻ ജയിച്ചു കയറി വന്നു കഴിഞ്ഞാൽ വി.ഡി. സതീശന്റെ മുഖ്യമന്ത്രി സ്വപ്നങ്ങൾക്ക് അത് വലിയ തിരിച്ചടിയായിരിക്കും. രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും കെ സുധാകരനുമെല്ലാം മുഖ്യമന്ത്രി സ്ഥാനം കാക്ഷിച്ച് നടക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ചില വിഷയങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിലവിലെ MP-മാർ മത്സരിക്കേണ്ട എന്ന നിലപാടിൽ നിന്നും മലക്കം പറഞ്ഞിരിക്കുന്നു. സുധാകരന്റെ മുന്നിൽ അവർ മുട്ടുമടക്കിയിരിക്കുന്നു. കണ്ണൂരിലെ ഒറ്റയാനായി, കോൺഗ്രസിലെ ഒറ്റയാനായി താനെടുത്ത തീരുമാനവുമായി താൻ മുന്നോട്ട് പോകുമെന്ന് സുധാകരൻ പറഞ്ഞപ്പോൾ എന്നെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ മത്സരിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, ഞാൻ എടുക്കുന്ന കടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസിനെ ഏത് തരത്തിൽ ബാധിച്ചാലും പിന്നീട് ഞാൻ അതിന് ഉത്തരവാദിയായിരിക്കില്ല, നിങ്ങൾ തന്നെ അതിന് സമാധാനം പറയേണ്ടി വരും, ഗുഡ് ബൈ എന്ന് പറഞ്ഞുകൊണ്ടാണ് താനുമായി സംസാരിച്ച എല്ലാ നേതാക്കന്മാരോടും സുധാകരൻ ഫോൺ കട്ട് ചെയ്തതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചത്. എന്തായാലും കേന്ദ്ര നേതൃത്വം തങ്ങളുടെ തീരുമാനത്തിൽ നിന്ന് മാറ്റം വരുത്തിയിരിക്കുന്നു. സുധാകരന്റെ മുന്നിൽ മുട്ടുമടക്കിയിരിക്കുന്നു. അഥവാ സുധാകരന്റെ അനുനയത്തോട് അല്ലെങ്കിൽ സുധാകരനോട് സമവായത്തിൽ പോകാൻ നിശ്ചയിച്ചിരിക്കുന്നു. കണ്ണൂരിൽ സുധാകരനെ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നു. ഇനിയും ഈ വിഷയത്തെ ചൊല്ലി കോൺഗ്രസിനകത്ത് കേരളത്തിൽ എന്തൊക്കെയാണ് പടലപ്പിണക്കങ്ങൾ ഉണ്ടാകാൻ പോകുന്നത്, കോൺഗ്രസിന് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഭരണം കോൺഗ്രസിന് കൈപ്പിടിയിൽ ഒതുക്കാൻ സാധിക്കുമോ, അതോ ഈ നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ തല്ലിത്തട്ടി ഇനിയും തങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്ന നിയമസഭാ സീറ്റുകളുടെ എണ്ണം കുറയുമോ, പരസ്പരം പാരവയ്ക്കുമോ, ആരൊക്കെയായിരിക്കും ഇനി തെരഞ്ഞെടുക്കപ്പെടുക, ആരായിരിക്കും കോൺഗ്രസിന് മുഖ്യമന്ത്രി എന്നുള്ളതെല്ലാം കണ്ടറിയുവാൻ നമുക്കും കാത്തിരിക്കാം, കണ്ടറിയാം.